2024 IPL മുന്നേയുള്ള മിനി ലേലം അത് ഇന്നായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ലേലം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ സെറ്റ് 1-ൽ ബാറ്റ്സ്മാൻമാരായിരുന്നു. ഇപ്പോഴിതാ സെറ്റ് 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോളടിച്ചത് സഞ്ജു സാംസണിന്റെ രാജസ്ഥാനാണ്. സൂപ്പർ താരത്തെ 7 കോടി കൊടുത്താണ് രാജസ്ഥാൻ വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓസീസിന്റെ സൂപ്പർ താരം ട്രേവിസ് ഹെഡിനെ SRH വാങ്ങി. ഇപ്പോൾ അവസാനിച്ച സെറ്റ് 1ന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്ഷന് വേണ്ടി വലിയ ആവേശത്തോടു കൂടിയാണ് ആരാധകർ കാത്തിരുന്നത്. ഇപ്പോൾ ഇതാ സെറ്റ് 1 അവസാനിച്ചിരിക്കുകയാണ്. ബാറ്റ്സ്മാൻമാരുടെ സെറ്റിൽ ഫസ്റ്റ് വിളിച്ചത് റോമാൻ പവലിനെയായിരുന്നു. പവലിനെ സ്വന്തമാക്കിയത് രാജസ്ഥാനാണ്. 7.4 കോടിക്കാണ് രാജസ്ഥാൻ റോമാൻ പവലിനെ വാങ്ങിച്ചിരിക്കുന്നത്. രണ്ടാമത് വന്നത് റിലി റൂസു ആയിരുന്നു. താരം അൺസോൾഡായി. മൂന്നാമത്തെ പ്ലെയർ ഹാരി ബ്രൂക്ക് ആയിരുന്നു. താരത്തിന് വേണ്ടി ഡൽഹിയും മറ്റു ടീമുകളും രംഗത്തുണ്ടായിരുന്നു. അവസാനം ഡൽഹി ടീം 4 കോടിക്ക് ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കി. ഡൽഹിക്ക് ഇത് ലോട്ടറി തന്നെയാണ്. പിന്നീട് ട്രേവിസ് ഹെഡ് ആയിരുന്നു രംഗത്ത് വന്നത്. താരത്തിന് വേണ്ടി വലിയ ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. മെയിനായിട്ട് SRHും CSKയും ആയിരുന്നു ട്രേവിസ് ഹെഡിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ CSK ടീമിന് ഹെഡിനെ ലഭിച്ചില്ല. CSK ഹെഡിനെ ഓപ്പണറാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ SRH ആ പ്ലാൻ പൊളിച്ചു കൊടുത്തു. അവസാന നിമിഷം വരെ CSK ഹെഡിന് വേണ്ടി വിളിച്ചു. എന്നാൽ ഹൈദരാബാദ് 6.8 കോടിക്ക് ട്രേവിസ് ഹെഡിനെ സ്വന്തമാക്കി. പിന്നീട് വന്നത് കരുൺ നായരായിരുന്നു. താരം അൺസോൾഡായി. അതുപോലെ സ്റ്റീവ് സ്മിത്ത് അൺസോൾഡായി. മനീഷ് പാണ്ഡെ അൺസോൾഡായി. ഇതായിരുന്നു സെറ്റ് 1-ൽ ഉണ്ടായിരുന്നത്. സെറ്റ് 1-ൽ ലോട്ടറി അടിച്ചത് സഞ്ജുവിന് തന്നെയാണ്. സഞ്ജുവിന്റെ രാജസ്ഥാനാണ് മികച്ച പ്ലെയറെ കിട്ടിയത്. റോമാൻ പവൽ വെടിക്കെട്ട് ബാറ്റ്സ്മാനാണ്. അടുത്ത സെറ്റിൽ ഓൾറൗണ്ടേഴ്സ്, അതുപോലെ പിന്നീട് ബൗളേഴ്സ് തുടങ്ങി വമ്പൻ താരങ്ങൾ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.